എല്ലാവർക്കും ലൈഫ് ഫാക്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണോ ഉള്ളിൽ വെക്കാനുള്ളതാണോ? തീർച്ചയായിട്ടും സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. എത്ര ഒരാളുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാലും ആ സ്നേഹത്തെ തിരിച്ചറിയണമെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു വിധേനെ അത് പ്രകടിപ്പിക്കണം, അല്ലേ? എങ്കിൽ മാത്രമല്ലേ നമുക്ക് അയാളുടെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മാധവൻകുട്ടിയമ്മയുടെ ഒരു വാക്കുകളുണ്ട്, സ്നേഹം അതെനിക്ക് പ്രകടമായി തന്നെ വേണം. സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ശവകുടീരത്തിൽ വന്ന് പുഷ്പങ്ങൾ അർപ്പിച്ചാൽ എനിക്കറിയുമോ എന്നാണ് വരികൾ. ഇന്ന് എല്ലാവരുടെയും ഉള്ളിലൊരു ഭയമാണ്, സ്നേഹം പ്രകടിപ്പിച്ചാൽ ഞാനൊരു എന്താ പറയുക, ഒരു വില കുറഞ്ഞ ഒരാളായി പോകുമോ, അല്ലെങ്കിൽ ഒരു പെൺകോന്തനായി മാറുമോ എന്നുള്ള, അല്ലെങ്കിൽ നാളെ അവരെനിക്ക് ഈ ഒരു വില തരുമോ എന്നൊക്കെയുള്ള ഒരു ഭയമാണ്. സ്നേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ മറ്റുള്ളവർ നമ്മളെ കാണും, അല്ലെങ്കിൽ നമ്മളെ പ്രകടിപ്പിക്കുന്ന ആൾ നമ്മളെ എത്തരത്തിലാണോ മനസ്സിലാക്കാൻ പോകുന്നത് എന്നുള്ള ചിന്താകുലങ്ങളാണ്. ഈ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഭാര്യ ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പിതാവ് തൻ്റെ മകനോട് സ്നേഹം പ്രകടിപ്പിക്കണം. കാരണം ഈ കുഞ്ഞ് കണ്ടു വളർന്നു വരുന്നത് ഈ പിതാവിൻ്റെ അടുത്തു നിന്നായിരിക്കും, അല്ലേ? എങ്ങനെയാണ് ആ പിതാവ് എങ്ങനെയാണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്? ഇപ്പം എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റ് കാണിക്കുക, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക, ഇതൊക്കെ കുഞ്ഞ് അതിനകത്തുനിന്ന് പഠിക്കുമായിരിക്കും ചെയ്യും. നമ്മൾ വീട് വിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ ജോലി സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുക, അതൊക്കെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ കുഞ്ഞിലെ മുതലേ അത് മനസ്സിലാക്കി കുഞ്ഞ് വരുന്ന കാര്യം. കാരണം അപ്പം കുഞ്ഞ് മനസ്സിലാക്കിയെടുക്കുക എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കൾ, അതായത് പിതാവ് മാതാവിനോടും മാതാവ് പിതാവിനോടും അവർ തമ്മിൽ സ്നേഹിക്കുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾ കാണണം. ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഈ സ്നേഹിക്കുന്നതും കുഞ്ഞുങ്ങൾ കണ്ട് വളരേണ്ടതായിട്ടുള്ള അത്യാവശ്യമാണ്. കാരണം നാളെ ആ കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, എൻ്റെ അപ്പ എങ്ങനെയാണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യുമായിരുന്നു എന്ന് ആ കുഞ്ഞിന് മനസ്സിലായി നാളെ ആ കുഞ്ഞിനൊരു ഭാവിയാവുമ്പോഴും ആ കുഞ്ഞും അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ചിലവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം എൻ്റെ അപ്പയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷേ എൻ്റെ അപ്പ അത് എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ പണ്ട് മുതലേ അങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെ അടുത്തിരുന്ന് കാര്യങ്ങൾ പറയാറോ ഒന്നുമില്ല, ഞങ്ങൾ അധികം തമാശ പറയാറില്ല. അപ്പം ഞാൻ എൻ്റെ അപ്പയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ അപ്പയോട് പറഞ്ഞു, അപ്പോൾ അപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരെങ്കിലും പറയും, അയ്യോ നീ ഇങ്ങനെയൊക്കെ അപ്പയോട് പറയുമോ, എൻ്റെ അപ്പയോട് ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ അപ്പ ഇങ്ങനെയൊന്നും ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഇത് എനിക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറയും. അപ്പം ശരിക്കും നമ്മൾ, അതായത് നമ്മുടെ ഹൃദയത്തിൽ ഒരാളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അതായത് നമുക്ക് ആരുടെയും ഹൃദയം വായിക്കാൻ നമുക്ക് കഴിയില്ല. അയാൾ കാണിക്കുന്ന ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു വേയിൽ ആ ലവ് അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യപ്പെടണം, അല്ലേ? ഉള്ളിൽ ഒതുക്കപ്പെടുന്ന സ്നേഹം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? മരിച്ചു കഴിഞ്ഞ് ശവകുടീരത്തിൽ കിടക്കുമ്പോൾ വന്ന് കരഞ്ഞാലോ പുഷ്പങ്ങൾ അർപ്പിച്ചാലോ ഒന്നും നമുക്ക് അതുകൊണ്ട് ഗുണമില്ല, അല്ലേ? കാരണം അത് കിട്ടേണ്ട സമയത്ത്, സ്നേഹം കൊടുക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ ആ കരുതൽ കൊടുക്കേണ്ട സമയത്ത്, അവർ നന്നായിട്ട് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കൊടുക്കുമ്പോൾ അതിന് വളരെ വാല്യൂ ആയിരിക്കും. സ്നേഹം പ്രകടിപ്പിക്കുന്നത് വഴി നമുക്ക് കുറേയേറെ ഗുണങ്ങളുണ്ട് കേട്ടോ. അതിൽ ഒന്നെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഹാപ്പിനെസ് കൂടും. ഹാപ്പിനെസ് എങ്ങനെ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഒരാൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും? നമ്മുടെ ഹാപ്പിയാക്കും, അല്ലേ? അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരുന്ന എന്താ, നമ്മുടെ ശരീരത്തിനും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫിസിക്കലി ആയിട്ടുള്ള എല്ലാത്തിനും നമ്മൾ ഹാപ്പി ആയിട്ടിരുന്ന നല്ലതായിരിക്കും. അതായത് നമ്മുടെ സ്കിന്നിന് പോലും നമുക്കറിയാൻ പറ്റും, നമ്മൾ ഭയങ്കര ഡള്ളായി, നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് കണ്ടറിയാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി, ഭയങ്കര ഡ്രൈ ആയിരിക്കും, എന്തോ ഒരു നമ്മൾ എന്താ പറയുക, വെള്ളമൊന്നും കുടിക്കാത്ത സ്കിൻ ഇരിക്കുന്നില്ല, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള അതുപോലെ ഇരിക്കും. അതേസമയം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലും ഒരു ഗ്ലോയും, എന്താ പറയുക, സ്കിന്നിനൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തേന്ന് പറയുമ്പോൾ നമ്മുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് എല്ലാം ഇമ്പ്രൂവ് ആവും. അതായത് നമ്മൾ മനുഷ്യന്മാരാണല്ലോ, നമുക്ക് പല പല ടെൻഷൻസ് ഉണ്ടാവും, അല്ലേ? അതായത് ഇപ്പം മക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മളോട് സ്നേഹം എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മെൻ്റലി ആയിട്ടുള്ള എല്ലാ സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ നമുക്ക് അവിടെ ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. മൂന്നാമത്തേന്ന് പറയുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ബെറ്റർ സ്ലീപ്പ്. ഇന്നെല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ് ഉറക്കമില്ലായ്മ, അല്ലേ? കാരണം നമ്മുടെ പ്രശ്നങ്ങളും പരാതികളും പരിവട്ടങ്ങളും എല്ലാവർക്കും അതുണ്ടാവും, നോർമലാണ്. പക്ഷേ നമ്മുടെ ലവ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഓക്സിറ്റോസിനൊക്കെ റിലീസാകാൻ തുടങ്ങും. അപ്പോൾ അവരെന്ത് ചെയ്യും? നല്ല റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ നല്ല റിലാക്സേഷൻ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് നല്ല ഉറക്കം കിട്ടും. മനസ്സിലായോ? നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുന്നെങ്കിൽ പോലും അതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റും.
നാലെന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതായത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കും. അപ്പോൾ അഞ്ചാമത്തേന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടും അല്ലേ? ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ പാരൻസ് ആണെങ്കിലും ഏത് റിലേഷനിലാണോ നമ്മൾ എക്സ്പ്രസീവ് ആവുന്നത്, അപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് നല്ല ഒരു റിലേഷൻഷിപ്പ് ആവും. അപ്പം നമുക്ക് അവിടെ എന്ത് ചെയ്യണേ? സ്ട്രെസ്സ്, ആങ്സൈറ്റി എല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ഈ സ്ട്രെസ്സും ആങ്സൈറ്റി എല്ലാം കുറയുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അത് കൂടാൻ തോന്നും. അതായത് ഈ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മൾ നമ്മുടെ ബോഡിയും നമ്മുടെ മനസ്സും എല്ലാം ഭയങ്കര പക്ക പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. പെട്ടെന്ന് ആർക്കും അങ്ങനെ വന്ന് നമ്മളെ എന്താ പറയുക, ഇപ്പം ശാരീരികമായിട്ടാണെങ്കിൽ ഇപ്പം അസുഖങ്ങൾ വഴിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ബാഡ് റിലേഷൻഷിപ്പിലോട്ട് നമ്മളെ വലിക്കാൻ നോക്കുന്നതാണെങ്കിൽ അതൊന്നും പറ്റില്ല. കാരണം ഇപ്പം അസുഖങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരത്തില്ല. അതുപോലെ തന്നെ നമ്മളെ വേറെ എന്തെങ്കിലും ബാഡ് റിലേഷൻ, കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ അവരോട് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ എന്തെങ്കിലും ഒരു കുരുക്കിൽ പെട്ടിട്ടിരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഫേക്ക് ലവിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുഖകരമല്ലാത്ത ഒരു ഇതിലോട്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളോട് അവർ ഓപ്പണായിട്ട് പറയും. അപ്പം ഞാൻ പറയണേ, ഈ ഗുഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളെ ആർക്കും പെട്ടെന്ന് വന്ന് തളർത്താൻ പറ്റത്തില്ല. നമ്മളൊരു ഫാമിലി ആണെങ്കിലും അതൊരു അത്രയും സ്ട്രോങ് ആയ ആർക്കും വന്ന് നമ്മുടെ എന്താ പറയുക, ഇത്ര ഓർത്താൽ മതി. ഒരു ഭയങ്കര തേനീച്ച കൂട്ടത്തിനകത്ത് കൊണ്ടുപോകും നമ്മൾ കൈയിട്ട് എങ്ങനെ ഇരിക്കും? തേനീച്ച കൂട് കൂട്ടിയിരിക്കും. അതിനകത്ത് നമ്മൾ കൈയിട്ട് ആ തേനീച്ചകൾ നമ്മൾ വെറുതെ വിടും? ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ ഒരാളായിട്ട് അതിനകത്ത് പോയി ഒരിക്കലും അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്താ ഞാൻ എന്താ ഉദ്ദേശിച്ച ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതിനകത്ത്. അതായത് നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ആർക്കും പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവും. അതുവഴി നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ കുറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ഇപ്പം കുറേ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേയേറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയി, അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര പേരുണ്ട് തമ്മിൽ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ഐ ലവ് യു പറയുക. ഇതൊക്കെ ഇങ്ങനെ പറയണം എന്നല്ല പറഞ്ഞത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന എത്ര പേരുണ്ടാവും അല്ലേ? എപ്പോഴും ഈ സ്നേഹം എന്ന് പറയുന്നത് വെറും ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാലഘട്ടത്തിലോട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. ഡോക്ടർ അബ്ദുൽ കലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യു കാൺ ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്. യുവർ ഹാബിറ്റ് വിൽ ബി ചേഞ്ച് യുവർ ഫ്യൂച്ചർ. നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കൺട്രോളിലല്ല ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ലൊരു ഹാബിറ്റ് കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഫ്യൂച്ചറിന് ചിലപ്പോൾ അത് വഴി തെളിച്ചേക്കാം, ആ നല്ലൊരു ഹാബിറ്റ്. എനിക്ക് തോന്നുന്നു ഇന്ന് എല്ലാവരുടെയും ഇമോഷൻസ്, എല്ലാ ഫീലിങ്സും, നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദേഷ്യം, സങ്കടം, എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഇമോഷൻസിനെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഫോണിലൂടെ ആയിരിക്കും അല്ലേ? പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. അവൾ എന്നോട് എപ്പോഴും പരാതി പറയും, ഹസ്ബൻഡ് ഉണ്ട്, അപ്പം ഹസ്ബൻഡ് പുറത്താണ്, ഗൾഫിലാണ്. അപ്പം പുള്ളിക്കാരൻ നാട്ടിൽ വരും, അല്ലെങ്കിൽ ഒരു മാസമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 45 ദിവസം, അതിനപ്പുറം അങ്ങനെ ലീവ് കിട്ടാറില്ല. അങ്ങനെ വന്നെങ്കിൽ തന്നെ, കാരണം പുള്ളിക്കാരൻ അവിടെ അങ്ങനെ ജീവിച്ച ആ ഒരു ശീലം ആയതായിരിക്കണം. നാട്ടിൽ വന്നാൽ 24 മണിക്കൂറും ഈ ഫോണിനകത്താണെന്ന്, അതായത് ഫോണിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൾ പറയും, ഇടി എത്രയോ നാൾക്ക് ശേഷമാണ് നാട്ടിൽ വന്നത്, അല്ലെ എന്നോടൊന്ന് സംസാരിക്കാൻ, എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒന്നുമില്ല. 24 മണിക്കൂർ ഫോണിനകത്താണ്. കാരണം പുള്ളിക്കാരനെ കുറ്റം ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആണെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ ആരും മിണ്ടാനും പറയാനില്ല. കുറച്ച് നേരം നമ്മൾ വീട്ടിൽ വിളിക്കും, ബാക്കി നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കി അതും ഒരു ഹാബിറ്റാക്കി മാറ്റിയേക്കുവാണ് അല്ലേ? അപ്പോൾ ആ ഹാബിറ്റിനെ പെട്ടെന്ന് നമുക്ക് ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇപ്പം ഈ പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ റിലേഷനിൽ ഒത്തിരി അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് അവൾ പറഞ്ഞു. ഒത്തിരി ഇങ്ങനെ അകന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ജസ്റ്റ് പറയാനുണ്ടെങ്കിൽ പറയും, അത്ര തന്നെ, അതിൻ്റെ അപ്പുറം ഒരു ഇതില്ല. അപ്പം നമുക്ക് നമ്മുടെ സ്നേഹം അത് എക്സ്പ്രസ് ചെയ്യാനുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യുക തന്നെ വേണം. അത് ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഫോണിലൊരു വീഡിയോ കണ്ട്, ഒരു ഭാര്യ ഭർത്താവും തമ്മിൽ കല്യാണം കഴിഞ്ഞു, അവരിങ്ങനെ സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഇവർക്ക് കുഞ്ഞുണ്ടാവുന്നു. അപ്പോൾ ഇവരിങ്ങനെ മാറിക്കിടക്കുന്നത് ഇങ്ങനെ അകന്ന് അത് നടുക്കിങ്ങനെ കുഞ്ഞ് കിടക്കുന്നു. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷം രണ്ടുപേരും രണ്ട് സൈഡിലോട്ട് തിരിഞ്ഞ് നടന്ന് ഫോൺ നോക്കുന്നു. ഫോൺ നോക്കി അങ്ങനെ ഉറങ്ങുന്നു. അങ്ങനെ കുറേ നാൾ കഴിയുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് അവർക്കൊരു ശീലമായി മാറി. അപ്പം ഈ ഭാര്യ തിരിഞ്ഞ് കിടന്ന് ഇങ്ങനെ കരയുന്നൊരു ഇത്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ മരിച്ചു പോയപ്പോൾ ഈ ഭർത്താവ് കിടക്കെ കിടന്ന് കരയുന്നു. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എന്താ പറയുക, സെമിത്തേരി പോയിട്ട് അവിടെ പൂക്കൾ വെച്ചിട്ട് അവിടെ ഇരുന്ന് കരയുക ചെയ്യുന്നു. മാധവിക്കുട്ടി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മുടെ പാർട്ട്ണറിനോട് സ്നേഹം കാണിക്കാതെ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയി സ്നേഹം കാണിക്കുക, നമ്മൾ കരയുക ചെയ്തിട്ട് കാര്യമുണ്ട്? ഒരിക്കലുമില്ല. നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സ്നേഹം എല്ലാം കഴിഞ്ഞിട്ട് കാശിക്ക് പോകാമെന്ന് പറഞ്ഞാൽ നടക്കുമോ എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിയട്ടെ, എന്നിട്ട് എൻ്റെ സ്നേഹമൊക്കെ ഞാൻ എക്സ്പ്രസ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും പറ്റില്ല. പ്രശ്നങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കാണും. അതുകൊണ്ട്
സ്നേഹം അത് പ്രകടിപ്പിക്കേണ്ടവരുടെ അടുത്ത് പ്രകടിപ്പിക്കുക. എങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.